ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം കേൾക്കുവാനായി ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് സമാധാനവും ശാന്തിയും സന്തോഷവും പ്രദാനം ചെയ്യുന്നു. വചനം കേൾക്കുവാൻ ഞങ്ങളുടെ കൊച്ചു ഹൃദയത്തെ അവിടുന്ന് ഒരുക്കണമേ. വചനമായ ഈശോയെ, ഈ വചനത്തിലൂടെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആമേൻ. പൗലോസ്ലീഹ കൊറിന്തോസാർക്ക് എഴുതിയ 2-ാം ലേഖനം 15-ാം അധ്യായം 17-ാമത്തെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. വചനം ഇപ്രകാരമാണ്: ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ക്രിസ്തുവിലായിരിക്കുന്ന ഒരാൾക്ക് പുതിയ സൃഷ്ടിയായി ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഈ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. പഴയ ജീവിതത്തിൻ്റെ ശൈലിയിൽ നിന്ന് ആ ശൈലി മുഴുവനും മാറ്റിമറിച്ച് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവായി സ്വീകരിച്ച് പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരാളാണ് യേശുക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട പുതിയ ജീവിതം നയിക്കുന്നവർ. ആ പുതിയ സൃഷ്ടിയുടെ അടയാളം എന്ന് പറയുന്നത് അവരുടെ പ്രവൃത്തി, ചിന്ത, വാക്ക് എല്ലാം പുതിയതായിരിക്കും, പഴയതിൽ നിന്നും വിഭിന്നമായിരിക്കും. ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന ഞങ്ങളുടെ ശുശ്രൂഷയിൽ 15 വർഷമായി മദ്യപാനത്തിന് അടിമപ്പെട്ടിരുന്ന ഒരു സഹോദരന് സാക്ഷ്യം പറഞ്ഞത് ഇപ്രകാരമാണ്: 15 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ക്രിസ്തുവിനെ നാഥനായി സ്വീകരിച്ചിരുന്നില്ല, രക്ഷകനായി സ്വീകരിച്ചിരുന്നില്ല. ജീവിത പങ്കാളിയെയോ മക്കളെയോ വേണ്ടവണ്ണം നോക്കുകയോ അന്വേഷിക്കുകയോ ഒരു ഭർത്താവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ കർത്താവിനെ സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 15 വർഷമായി ഒരു പുതിയ ജീവിതം അദ്ദേഹം നയിക്കുകയാണ്. ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക് ആ സഹോദരൻ കടന്നു വന്നു. മാത്രമല്ല, ആ സഹോദരൻ്റെ ഈ പുതിയ സൃഷ്ടിയായിട്ടുള്ള ഈ ജീവിത ശൈലി കണ്ടുകൊണ്ട് കുടുംബത്തിലുള്ളവരും യേശുക്രിസ്തുവിൻ്റെ ആ കൃപയിലേക്ക്, സമാധാനത്തിലേക്ക് കടന്നു വന്നു എന്ന് ആ സഹോദരൻ സാക്ഷ്യം പറഞ്ഞത് ഓർക്കുകയാണ്. പുതിയ ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ പഴയത് നമ്മളെ വിട്ടുപോകണമെന്ന് തിരുവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. ഈ പുതിയ സൃഷ്ടിയായി ജീവിക്കാനുള്ള ഈ വലിയ ഒരു ദൗത്യം നമ്മളിൽ നിക്ഷേപിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾക്ക്, അവിടുത്തെ പ്രചോദനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾക്ക് നവീകരിക്കപ്പെട്ട ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതൊരു ആന്തരികമായ ഒരു പ്രേരണയാണ്. പരിശുദ്ധാത്മാവാണ് ആ പ്രേരണ നമുക്ക് നൽകുന്നത്. പുതിയ ജീവിതത്തിലേക്ക് വന്നുവെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും പഴയ ജീവിതശൈലി ഉപേക്ഷിച്ചുവെന്ന് വിചാരിക്കുമ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നില്ല എങ്കിൽ നമ്മൾ പഴയ അവസ്ഥയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ്. അരൂപിയോട് ചേർന്ന് നിന്നാൽ മാത്രമേ ഈ ഒരു ജീവിതം നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ 2 ആഴ്ചകൾക്ക് മുൻപ് എനിക്ക് നല്ലൊരു ചെടി കിട്ടി, ഒരു പൂച്ചെടി. ഞാനത് വളരെ കാര്യമായിട്ട് കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചു, വെള്ളമൊക്കെ ഒഴിച്ചു, അത്യാവശ്യം കുറച്ച് വളമൊക്കെ ഇട്ടു. ഒരാഴ്ച ഞാൻ അതിനെ നന്നായിട്ട് നോക്കി. പിന്നെ തിരക്ക് വന്നു, പിന്നെ മറന്നു എന്ന് തന്നെ പറയാം. പിന്നെ അത് വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് ഞാൻ ഈ ചെടിയുടെ അടുത്ത് വീണ്ടും ചെന്നപ്പോഴേക്കും അത് ഉണങ്ങി, കൂമ്പെല്ലാം ഒടിഞ്ഞ് അത് തീർന്ന ഒരു മട്ടിലായി അതിൻ്റെ ഒരു ജീവിതമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് കാരണം എന്താണ്? ഞാൻ ആ ചെടി നട്ടിട്ട് പിന്നെ അതിനെ നോക്കിയില്ല, അതിന് വേണ്ടുന്നത് സമയാസമയങ്ങളിൽ കൊടുത്തില്ല. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ആഗ്രഹിച്ച ഫലം എനിക്ക് കിട്ടാതെ പോയി. വാസ്തവത്തിൽ അതെന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ദൈവത്തോട് ചേർന്ന് പുതുജീവിതം നയിക്കാൻ ഞാൻ ആരംഭിച്ചാലും ഞാൻ എപ്പോഴും അവിടത്തോട് ചേർന്ന് നിൽക്കുന്നില്ല എങ്കിൽ ഇതുപോലെ എൻ്റെ ജീവിതവും കരിഞ്ഞു പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവും കരിഞ്ഞു പോകും. ഞാൻ പുതിയ സൃഷ്ടിയായി എന്ന് നമ്മൾ അവകാശപ്പെട്ടിട്ട് കാര്യമില്ല, അതിനകത്ത് നിലനിൽക്കാനായിട്ട് സാധിക്കണം. അപ്പം ഈ ഒരു
നവീകരണ അനുഭവത്തിൽ പിടിച്ചു നിൽക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാരൂപിയുടെ നല്ല പ്രചോദനങ്ങളാണ്. ആത്മാവ് നമ്മളെ നയിക്കും. അരൂപിയോട് നമ്മൾ ചേർന്ന് നിന്നാൽ മതി. നല്ല നല്ല ആന്തരികമായ പ്രേരണകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നുകൊണ്ടിരിക്കും. ഞാൻ ഓർക്കാണ്, ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പങ്കുവെച്ച ഒരനുഭവം. ആ സഹോദരന് കുടുംബജീവൻ നയിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒരു ശുശ്രൂഷകൾ ചെയ്യണമെന്ന്. അപ്പോൾ കുറച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്. അടുത്തുള്ള ധ്യാന കേന്ദ്രത്തിൽ ചെറിയ ചെറിയ ശുശ്രൂഷകൾക്കൊക്കെ സഹായിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ദിവ്യകാരുണ്യ സന്നിധിയിൽ ആരാധന നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് വലിയൊരു വെളിച്ചം കർത്താവ് കൊടുക്കുകയാണ്. കർത്താവ് ഈ സഹോദരനോട് പറഞ്ഞു, എനിക്ക് നിന്നെയും കൊണ്ട് കൂടുതൽ ആവശ്യമുണ്ട്, നീ റെഡിയാണോ? ഒരു ശബ്ദം ഇദ്ദേഹം കേൾക്കുകയാണ്, എനിക്ക് നിന്നെയും കൊണ്ട് കൂടുതൽ ആവശ്യമുണ്ട്, നീ റെഡിയാണോ? ആ സഹോദരനെ സാഷ്ടാംഗം പ്രണമിച്ച് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ എന്നെ എടുത്ത് ഉപയോഗിക്കണം എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വാക്കുകൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് ആരാധനയുടെ അവസാനം ആശീർവാദം എല്ലാം കൂടി ഇദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചുപോയി. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് പനിയായിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആശുപത്രിയിൽ എത്തിയില്ല, പോണ വഴിക്ക് തന്നെ ഈ സഹോദരി തളർന്നുപോയി, ഞരമ്പ് പൊട്ടി തളർന്നുപോയി. പ്രിയപ്പെട്ടവരെ, തുടർന്ന് ഈ സഹോദരൻ പറയാണ്, പിന്നെ അമ്മയും കൊണ്ട് ദീർഘനാൾ ആശുപത്രിയിൽ കിടന്നു, വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. അമ്മ ഇപ്പോഴും ഉണ്ട്. ഈ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം കർത്താവിനോട് ചോദിച്ചു, ഇതിനാണോ എന്നെക്കൊണ്ട് നിനക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് സമ്മതിപ്പിച്ചത്? ഉടനെ വീണ്ടും അടുത്ത ശബ്ദം കേൾക്കുകയാണ്, അതെ, നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയാണ് ഇപ്പോൾ നിന്നിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവ് ഈ സഹോദരനോട് സംസാരിച്ചു. എന്നിട്ട് ഈ വ്യക്തി പറയുകയാണ്, സിസ്റ്ററെ, ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിച്ചത് ഈ ഒരു കാലം എൻ്റെ അമ്മയെ നോക്കണം, ശുശ്രൂഷിക്കണം എന്നുള്ളതാണ്. ഞാനത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ശുശ്രൂഷകളാണ് കർത്താവ് എന്നിൽ നിന്ന് ആഗ്രഹിച്ചതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്ന്. വാസ്തവത്തിൽ നല്ലൊരു പ്രേരണ ദൈവം കൊടുത്തു. വരാൻ പോകുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി മുന്നേ കൂട്ടി ഹൃദയത്തെ, ശരീരത്തെ, ആത്മാവിനെ, ചിന്തയൊക്കെ കർത്താവ് ഒരുക്കി കൊടുത്തു. അതുകൊണ്ട് വളരെ മനോഹരമായിട്ട് അമ്മയെ നോക്കുകയാണ്. അത് ഏറ്റവും വലിയൊരു ശുശ്രൂഷയായിട്ട് ആ സഹോദരൻ കാണുകയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് തരുന്ന ആന്തരികമായ പ്രചോദനങ്ങളോട് നമ്മൾ സഹകരിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മളൊരു പുതിയ സൃഷ്ടിയായി തന്നെ ജീവിക്കുകയാണ്. അതിന് യാതൊരു സംശയവുമില്ല. പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്. സഭാ നേതാവായ തിമോത്തിയോസിനെ പൗലോസ് ഉപദേശിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്, അവൻ നല്ലൊരു അധ്യാപകനായിരിക്കണം, ക്ഷമാശീലം ഉള്ളവനായിരിക്കണം, സൗമ്യനായിരിക്കണം. ഇതെല്ലാം പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്. ഇതെല്ലാം ഒരു പുതിയ സൃഷ്ടിയുടെ അടയാളമാണ് എന്ന് സ്ലീഹ തുടർന്ന് പഠിപ്പിച്ചു വരുന്നുണ്ട്. സൗമ്യത നമ്മൾ കുടുംബജീവിതത്തിലാണെങ്കിലും സമൂഹ ജീവിതത്തിലാണെങ്കിലും ഓഫീസ് അന്തരീക്ഷത്തിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലുള്ള നല്ലൊരു സ്വഭാവമാണ് സൗമ്യനായിരിക്കുക, ശാന്തനായിരിക്കുക. അതൊരു നല്ലൊരു സൃഷ്ടിയുടെ, നല്ലൊരു മനുഷ്യൻ്റെ നല്ലൊരു അടയാളമാണ് ഈ സൗമ്യത എന്ന് പറയുന്നത്. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും മറ്റുള്ളവരോട് ഒരു സൗമ്യതയില്ലാതെ, സ്നേഹമില്ലാതെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നവരോട് ചേർന്ന് പോകുവാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി സങ്കടത്തോടുകൂടി പറഞ്ഞു വെച്ചു, സിസ്റ്റർ, ഭർത്താവ് ഓഫീസിൽ നിന്ന് വീട്ടോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കും മക്കൾക്കും ഭയമാണ്. അദ്ദേഹത്തിന് എപ്പോഴും കോപമാണ്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് സമീപിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഭർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ വീട് വളരെ സൈലൻസായി, അങ്ങനെ ഒരു അവസ്ഥയിലേക്കായി പോവുകയാണ്. അങ്ങനെയുള്ളവരോട് നമുക്ക് അടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ പൗലോസ് പറയാണ്, കർത്താവിൻ്റെ ദാസൻ സൗമ്യനായിരിക്കണം. അത് നല്ലൊരു സ്വഭാവത്തിൻ്റെ സവിശേഷതയാണ്, വളരെ വലിയൊരു നല്ല ഗുണവുമാണ്. യേശുവിൽ നമുക്ക് ഈ സ്വഭാവം വളരെ പ്രകടമായിട്ട് കാണാം. പാവനിയായ സ്ത്രീയെ കുറേ പേര് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു കല്ലെറിയാനായിട്ട്. അവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്, അതുകൊണ്ട് അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് ഗുരുവിൻ്റെ അടുത്ത് ഇവർ എത്തിക്കുകയാണ്. പക്ഷേ ഈ വന്നവരുടെ മുഴുവനും ഹൃദയത്തിൻ്റെ ഭാവങ്ങളെല്ലാം ഈശോയ്ക്ക് കൃത്യമായിട്ട് അറിയാം.
വ്യക്തമായിട്ടറിയാം. വന്നവരല്ല ആരും തന്നെ നന്മയുള്ള അധികം പേരില്ല എന്ന് ഈശോയ്ക്ക് കൃത്യമായിട്ടറിയാം. എങ്കിലും കർത്താവ് അവരോട് മറുപടി പറയുകയാണ്. വളരെ സൗമ്യനായി കർത്താവ് അവരോട് മറുപടി പറയുകയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യ കല്ല് എറിയട്ടെ. യേശുക്രിസ്തുവിൻ്റെ ആ ഒരു സൗമ്യതയും ആ ഒരു സ്നേഹവും ആ ഒരു കരുണയും എന്നൊക്കെ നല്ല ഒരു ജീവിതത്തിലേക്ക് നമ്മളെയും കൊണ്ടുപോയി എത്തിക്കുവാൻ ഏറെ രീതിയിൽ നമ്മളെ സഹായിക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ ഈ പുതിയ ജീവിത ശൈലിയിലേക്ക് കടന്നു വരുന്ന നമ്മുടെ പുതിയ വ്യക്തിത്വത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അവിടുന്ന് നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെയൊക്കെ നല്ല വാക്കുകൾ, നല്ല സ്വഭാവങ്ങൾ, അതിനെക്കുറിച്ച് വചനം പറയുന്നത് നല്ല വാക്ക് തേനിനേക്കാൾ മധുരമാണ്, ഹൃദ്യമാണ് നല്ല വാക്കുകൾ. അത് കേൾക്കാൻ മറ്റുള്ളവർക്ക് നമ്മളെ നോക്കി അവർക്ക് ആഗ്രഹവുമുണ്ട്, ആശയമുണ്ട്. അപ്പോൾ നല്ല ഒരു വ്യക്തിയായിരിക്കുക, പുതിയ സൃഷ്ടിയായിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല വാക്കുകളിലൂടെ മറ്റുള്ളവരെ നമ്മൾ അനുഗ്രഹിക്കുന്നവരും ആ അനുഗ്രഹത്തിലേക്ക് മറ്റുള്ളവരെ നമ്മൾ ക്ഷണിക്കുന്നവരും ആയിത്തീരണമെന്ന് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഒരു നല്ല ജീവിതം നയിക്കുവാൻ നമ്മൾക്ക് സാധിക്കണമെങ്കിൽ തികഞ്ഞ വിശ്വാസം നമ്മൾക്ക് ഉള്ളവരായിരിക്കണം. വിശ്വാസമാണ് വിശ്വസ്തയോടെ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുക. നമ്മളിലുള്ള എല്ലാ നന്മകളുടെയും ഒരു ആകത്തുകയാണെന്ന് വേണമെങ്കിൽ പറയാം വിശ്വസ്തത. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനെയാണ് വലിയ കാര്യങ്ങൾ പരമേൽപ്പിക്കുന്നത് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശ്വസ്തത, കർത്താവിൻ്റെ ഭവനത്തിൽ ജീവിക്കുവാൻ, കർത്താവിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവരായി ജീവിക്കുവാൻ ഈ വലിയൊരു ഗുണം നമ്മളിൽ പുതിയ സൃഷ്ടിയുടെ അടയാളമായി നിഴലിക്കുന്നുണ്ട്. നമുക്ക് കാണാം പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ പൂർ യോസേപ്പിനെ കുറിച്ച്. എത്ര വിശ്വസ്തയോടുകൂടിയാണ് തൻ്റെ യജമാനൻ്റെ അടുത്ത് ഈ ജോസഫ് നിൽക്കുന്നത്. പാപത്തിന് പ്രേരിപ്പിച്ചിട്ടും അതിലേക്ക് പോകാതെ തൻ്റെ യജമാനനോടുള്ള വിശ്വസ്തത കൊണ്ട് വിശ്വസ്തമായി പിടിച്ചു നിൽക്കുന്ന ജോസഫിനെ നമ്മൾ കാണുകയാണ്. ആ വിശ്വസ്തതയ്ക്ക് ഫലം ദൈവം ജോസഫിന് നൽകുകയും ചെയ്തു. ആ രാജ്യത്തിൻ്റെ മുഴുവനും അധികാരിയായി നിയമിക്കപ്പെടുകയാണ്. ഇപ്പോൾ നോക്ക്, നമ്മളിലുള്ള എല്ലാ നല്ല ഗുണങ്ങളുടെയും നന്മകളുടെയും ഉറവിടം എന്ന് പറയുന്നത് വിശ്വസ്തതയാണ്. അത് നവീകരിക്കപ്പെട്ട പുതിയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ ശക്തവും പ്രകടവുമായ അടയാളമാണ് വിശ്വസ്തത. വിളിച്ചവനോട് വിശ്വസ്തനായിരിക്കുക, ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളോട് വിശ്വസ്തതയായിരിക്കുക. നമ്മൾ ഒരു കുടുംബജീവൻ നയിക്കുന്ന ആളാണെങ്കിൽ എന്തെല്ലാം മേഖലകളിൽ അവിടെ നമ്മൾ വിശ്വസ്തത ഉള്ളവരായിരിക്കണം. ഭാര്യ ഭർത്താവിനോട് വിശ്വസ്തത പുലർത്തണം, ഭർത്താവ് ഭാര്യയോട് വിശ്വസ്തത പുലർത്തണം, മക്കൾ മാതാപിതാക്കളോട്, മാതാപിതാക്കൾ മക്കളോട്, നമ്മൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ നേതൃത്വത്തിലിരിക്കുന്നവരോട്, അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമ്മൾക്ക് ഈ വിശ്വസ്തത പുലർത്തിക്കൊണ്ട് കർത്താവിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യരായി നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. വലിയ സ്ഥാനമാനങ്ങളുള്ളത് കൊണ്ടോ നല്ല അറിവുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നല്ല പഠനം ഉള്ളത് കൊണ്ടോ ഒക്കെ നമുക്ക് ഈ ഒരു അനുഭവം സ്വന്തമാക്കണമെന്നില്ല. ഇത് സ്വന്തമാക്കണമെങ്കിൽ കർത്താവിൻ്റെ സ്നേഹത്തിന് മുൻപിൽ ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ മുൻപിൽ തുറന്ന് വെക്കാനായിട്ട് സാധിക്കണം. ആ തുറവിയിലൂടെ നമുക്ക് കിട്ടുന്ന വെളിച്ചം മറ്റുള്ളവർക്ക് വെളിച്ചമായി പകരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ടല്ലേ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്, വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക, അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. ഭവനത്തിലുള്ള എല്ലാവർക്കും അത് പ്രകാശം നൽകുന്നു. നമ്മളാകുന്ന ഈ കൊച്ചു ദീപം, ഈ ദീപത്തിൽ നിന്ന് അനേക ജീവിതങ്ങൾ കർത്താവിൻ്റെ സ്നേഹത്തിലേക്കും വെളിച്ചത്തിലേക്കും കടന്നു വരേണ്ടതാണ്. ഈ കഴിഞ്ഞ നാളിൽ നടന്ന ധ്യാനത്തിൽ ഒരു വല്യമ്മച്ചിയെ കൊണ്ട് ഒരു മകൻ ധ്യാനിക്കുന്നുണ്ടായിരുന്നു. അമ്മച്ചി ഒരു ഊന്നുവടിയൊക്കെ പിടിച്ചാണ് അതിലേക്കിടെ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഈ അമ്മയെക്കുറിച്ച് മകൻ വന്നിട്ട് പറയാണ്, സിസ്റ്റർ ഇതെൻ്റെ പപ്പയുടെ അമ്മയാണ്, ഇതെൻ്റെ പപ്പയുടെ അമ്മയാണ്, അമ്മയാണ് ഞങ്ങളുടെ വീടിനെ ഇത്രയും ഉയർത്തിയത്. അപ്പം ഞാൻ ചോദിച്ചു ഏത് മേഖലയിലാണ് മോനെ? അപ്പോൾ ഉടനെ പറയാണ്, ആധ്യാത്മികമായും ഭൗതികമായും ഞങ്ങളുടെ ജീവിതത്തെ ഉയർത്തിയത് അമ്മയാണ്. അമ്മയാണ് ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയായി വീട്ടിലുള്ളത്. അതുകൊണ്ട് അമ്മയ്ക്ക് ധ്യാനം കൂടണമെന്ന് പറഞ്ഞ ഉടനെ ഇദ്ദേഹം ലീവ് എടുത്ത് അമ്മയും കൊണ്ട് വന്നേക്കുകയാണ് ധ്യാനം കൂടാൻ, പ്രാർത്ഥിക്കാൻ.
എന്തോ ഒരു വലിയ നല്ല കാര്യമാണ് വല്യമ്മച്ചിയെക്കുറിച്ച് ഈ മകൻ പറഞ്ഞത്. അമ്മച്ചി വീട്ടിലൊരു പ്രകാശമാണ്. വീട്ടിൽ മാത്രമല്ല, അവിടെ അയൽവാസികൾക്കും നാട്ടുകാർക്കും കുടുംബത്തിൽപ്പെട്ടവർക്കും എന്ത് ആവശ്യമുണ്ടോ ഉടനെ അമ്മ എത്തിയിരിക്കും. അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതമ്മ ചെയ്തിരിക്കും. പ്രാർത്ഥനയാണെങ്കിൽ പ്രാർത്ഥനയായിട്ട്, ത്യാഗജീവിതമാണെങ്കിൽ ത്യാഗജീവിതമായിട്ട്, കൃപയുടെ സമൃദ്ധിയിലേക്ക് ഈ നല്ല ജീവിതത്തിൻ്റെ വെളിച്ചത്തിലൂടെ അനേകരെ വെളിച്ചത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. ഈ കഴിഞ്ഞ നാളിൽ അവിടെ ധ്യാന സെൻറ്ററിൽ സാക്ഷ്യം പറയാനായിട്ട് വന്ന ഒരു സഹോദരൻ പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ 30 വർഷം എൻ്റെ ജീവിതത്തിൻ്റെ 30 വർഷം കർത്താവിന് വെളിച്ചമായി ഞാൻ നിന്നതാണ്. കർത്താവിൻ്റെ വെളിച്ചമായി അനേകർക്ക് വെളിച്ചമായി ഞാൻ നിന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കുറേയേറെ സഹനങ്ങളും കഷ്ടതകളും ദുഃഖദുരിതങ്ങളും ഒക്കെ ഇയാൾ വർണ്ണിച്ച് കേൾപ്പിക്കുക. എന്നിട്ട് ഞാൻ ചോദിച്ചു, എങ്ങനെ സാധിച്ചു ഈ വലിയ ദുരിതങ്ങളിൽ? ഈ 30 വർഷത്തിൻ്റെ ഈ സഹന ജീവിതം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു, മൂത്ത മകൻ അപകടത്തിൽ മരിച്ചു, രണ്ടാമത്തെ മകൻ വിവാഹം ചെയ്തു കൊണ്ടുവന്ന ആ മോള് പെട്ടെന്ന് രോഗിയായിപ്പോയി, മൂന്നാമത്തെ മോളുടെ മോന് തീരാ രോഗമായി. ഇങ്ങനെ കഷ്ടതകളുടെ വലിയ ഒരു നിര തന്നെ ഈ സഹോദരൻ അനുഭവിച്ചു. എന്നിട്ട് ഈ സഹോദരനെ നോക്കി വീട്ടിലുള്ളവരൊക്കെ ചോദിക്കാൻ തുടങ്ങി, നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുക? എങ്ങനെയാണ് മനസ്സ് പതറാതെ നിൽക്കാനായിട്ട് സാധിക്കുക? ഉടനെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവരോടും, എന്നോടും അതുതന്നെയാണ് പറഞ്ഞത്, പൊതുവേദിയിൽ അദ്ദേഹം പങ്കുവെച്ചതും അതുതന്നെയാണ്. കർത്താവിൻ്റെ സാന്നിധ്യമാണ് എന്നെ ഇത്രയും കാലം വെളിച്ചമായി ജീവിക്കാൻ സഹായിച്ചത്. കൊടിയ ദുരിതങ്ങളിൽ മറ്റുള്ളവർക്ക് വെളിച്ചമേകുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അത് ശരിക്കും കർത്താവിനെ ഉള്ളിൽ സ്വീകരിച്ച് പുതിയ സൃഷ്ടിയായ ഒരാളുടെ അടയാളമാണ്. ഈ തിരുവചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ലേവ്യരുടെ പുസ്തകം 20-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ പ്രകാരം കാണുകയാണ്, അതിനാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരാകുവിൻ. അടുത്ത വചനം, എൻ്റെ പ്രമാണങ്ങൾ പാലിക്കുകയും അവയനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. കർത്താവിൻ്റെ പ്രമാണം പാലിക്കുന്നവർ, സ്വയം വിശുദ്ധീകരിച്ച് വിശുദ്ധരായിത്തീരുന്നവർ പുതിയ സൃഷ്ടികളാണവർ. പഴയ ജീവിതത്തിലേക്ക് അവർ ഒരിക്കലും പോകുന്നില്ല. വീണ്ടും പുതിയ സൃഷ്ടികളായിട്ട് ജീവിക്കാൻ കർത്താവിൻ്റെ പ്രമാണങ്ങളോട്, കർത്താവിൻ്റെ പ്രബോധനങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം നമ്മൾ. കർത്താവിൻ്റെ പ്രമാണങ്ങൾ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നതെല്ലാം കർത്താവെ ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട്, സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴേ അപ്രകാരം ഒരു നവീകരിക്കപ്പെട്ട ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. വീണ്ടും എങ്ങനെയാണ് കർത്താവിൽ പുതിയ സൃഷ്ടിയായി ജീവിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, കൂദാശകളോടുള്ള നമ്മളുടെ വിധേയത്വം, കൂദാശകളിലുള്ള നമ്മുടെ സ്വീകരണം, കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ കൂദാശകളിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഈശോയെ സ്വീകരിച്ചുകൊണ്ട്, ഈശോയെ സ്നേഹിച്ചുകൊണ്ട് മാതൃകയായി പുതിയ സൃഷ്ടിയായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. കർത്താവിനോട് ചേർന്ന് നിന്ന് വിശുദ്ധ ജീവിതം നയിക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന കൊണ്ടാണ്. കർത്താവിലുള്ള വചനത്തിലുള്ള നമ്മുടെ അടിയുറച്ച വിശ്വാസം കൊണ്ടാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരി പങ്കുവച്ച അനുഭവം ഇപ്രകാരമാണ്. അവരുടെ കുടുംബ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ്, മക്കളെയെല്ലാം കിടത്തി ഉറക്കിക്കഴിഞ്ഞ് ഈ സഹോദരി ബെഡ്റൂമിൽ കയറി, ഭർത്താവ് കിടന്നുറങ്ങും, കയറി വിശുദ്ധ ഗ്രന്ഥം എടുത്ത് തുറന്ന് പിടിച്ച് വായിച്ച് ധ്യാനിച്ച് ജപമാല ചൊല്ലി 1.5 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാതെ ഈ സഹോദരി കിടക്കാറില്ല. എന്നിട്ട് ഈ സഹോദരി പറയാണ്, സിസ്റ്റേ, എൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യവും അനുഗ്രഹവും എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന കുറഞ്ഞാൽ എനിക്കറിയാം വീട്ടിൽ കഷ്ടതകളായി, നഷ്ടതകളായി, രോഗങ്ങളായി, പ്രയാസങ്ങളായി. എന്ന് അതിനോട് ഞാൻ ഉപേക്ഷ കാണിച്ചിട്ടുണ്ടോ അന്ന് തകർച്ചയിലേക്ക് പോയ അനുഭവവും കൺമുൻപിലുണ്ട് എന്ന് ഈ സഹോദരി പങ്കുവെച്ചത് ഓർക്കുകയാണ്. അപ്പോൾ പുതിയ സൃഷ്ടിയുടെ മറ്റൊരു അടയാളമാണ് ദൈവവുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം.
വീടുകളിൽ നമ്മുടെ പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് എത്രയോ സമയമുണ്ട് നമുക്ക് കർത്താവിനോട് ചേർന്നിരിക്കാനായിട്ട് പറ്റുന്ന സമയം. ജോലിയിലായിരിക്കുമ്പോഴും യാത്രയിലായിരിക്കുമ്പോഴും ഒക്കെ കർത്താവിനോട് ചേർന്ന് നമുക്കിരിക്കാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ സ്വീകരിക്കുന്ന ഈ ശക്തി, കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മൾ സംഭരിക്കുന്ന ഈ ശക്തിയാണ് പുതിയ ജീവിതത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും വീണ്ടും വീണ്ടും ശക്തമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസ് ലീഗ എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം ഇപ്രകാരമാണ്: സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സത്യം കൊണ്ട് അരമുറുക്കണം. പുതിയ സൃഷ്ടിയുടെ പ്രകടമായ അടയാളമാണ് സത്യം. സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കണം. യേശു പല പ്രാവശ്യം പറയുന്നൊരു കാര്യമാണ്, സത്യമാണ് നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. സത്യനിഷ്ഠയോടുകൂടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ യേശുക്രിസ്തു നമുക്ക് തന്ന ഈ പ്രബോധനങ്ങളുടെ ശൈലി, ഈ വചനത്തിൻ്റെ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ നമുക്ക് സമാധാനപൂർണ്ണമായിട്ട് ശാന്തപൂർണ്ണമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫിലിപ്പി ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം ശ്രദ്ധേയമാണ്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. നമ്മളെ ശക്തനാക്കുന്ന കർത്താവിലൂടെ എല്ലാം ചെയ്യുവാനായി നമുക്ക് സാധിക്കും. നമ്മളെ ശക്തനാക്കുന്ന കർത്താവിനോട് എല്ലാം ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ യേശുക്രിസ്തുവിനെ കർത്താവായി നമ്മുടെ ഹൃദയത്തിൽ പൂജിക്കണം. പുതിയ സൃഷ്ടിയുടെ അടയാളമാണ് യേശുക്രിസ്തുവിനെ രാജാവായി, നേതാവായി, സമാധാന രാജാവായി ഹൃദയത്തിൽ പൂജിക്കണം. അപ്പോൾ നവീകരിക്കപ്പെട്ട പുതിയ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. യേശുക്രിസ്തുവിൽ നമ്മൾ പുതുമയുള്ളവരായി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതം കൊണ്ട് അനേകരെ യേശുവിലേക്ക് എത്തിക്കുവാനുള്ള ശക്തിയും കരുത്തും അവിടുന്ന് നമുക്ക് തരികയും ചെയ്യും. ഇതാണ് പുതിയ സൃഷ്ടിയുടെ അടയാളം. നമ്മുടെ ചിന്തയിൽ, നമ്മുടെ വാക്കിൽ, നമ്മുടെ പ്രവർത്തനത്തിൽ കർത്താവിനോട് ഒത്ത് വസിക്കുക. നമുക്ക് തീരുമാനമെടുക്കാം പുതിയ സൃഷ്ടികളായി തീരാൻ. പഴയ മനുഷ്യനെ അതിൻ്റെ ചെയ്തികളോടുകൂടെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് പുതിയ മനുഷ്യനെ, യേശുക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ച് പുതിയ ജീവിത ശൈലിയിലേക്ക് നമുക്ക് കടന്നു വരാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കാനുള്ള ശക്തിയും കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. തിരുവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് മാതൃകാപരമായി ജീവിച്ച് പുതിയ സൃഷ്ടികളായി മുന്നേറുവാൻ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.